ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആരും കാണാതെ വേണുവേട്ടൻ സരസ്വതി തമ്പുരാട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് പത്മാവതി മേഡത്തിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുവാണ്. അംബികയും മകനും പത്മാവതി മേഡത്തിനെ പൂട്ടിയിട്ടിരുന്നതും ആ കഥകളൊക്കെ അങ്ങ് സരസ്വതി തമ്പുരാട്ടിയോട് പറയുവാണ്. സരസ്വതി തമ്പുരാട്ടി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, സ്വന്തം മകൾ ഇത്രയും നരകയാതനയാണ് അനുഭവിച്ചതെന്നൊന്നും. പാവം, ഒരുപാട് ക്രൂരതകൾ ആ അംബികയും മകനും ആ മേഡത്തിനോട് ചെയ്ത് തലനാരിഴയ്ക്ക് എങ്ങനെയോ രക്ഷപ്പെട്ടാണ് ഇവിടെ ഓടിപ്പോയിരിക്കുന്നത്. ഞാൻ ചെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു നൃത്ത സ്കൂളിൽ നൃത്തം പഠിപ്പിക്കുന്നതാണ്. ഇതൊക്കെ കേട്ട് സരസ്വതി തമ്പുരാട്ടിയുടെ നെഞ്ച് തകർന്നുപോയി. വേണു, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് മേഡം. വേണു, തൽക്കാലം പത്മ അംബികയുടെ കണ്ണിൽ പെടരുത്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സിറ്റുവേഷൻ ഞാനായിട്ടുണ്ടാക്കും. അതിനുശേഷം പത്മയും അംബികയും കൂടെ കണ്ടാൽ മതി. അന്ന് ആ അംബിക ഇവിടുന്ന് പുറത്തു പോയിരിക്കും. ഇത് ഞാനാ പറയുന്നത്. മേഡം വളരെ സൂക്ഷിക്കണം. ആ അംബിക മേഡം ഉണ്ടല്ലോ, മനുഷ്യശ്രീയേ അല്ല, വളരെ അപകടകാരിയാണ് അവർ. ആ അംബിക തകർത്തത് എൻ്റെ മകൾ പത്മയുടെ ജീവിതമാണ്. അത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. അംബികയ്ക്ക് അതിന് തക്കതായ ശിക്ഷ കൊടുത്തിട്ട് ഈ സരസ്വതി ഇവിടുന്ന് പോകും. മേഡം, ഞാൻ വീണ്ടും പറയുവാണ്, വളരെ സൂക്ഷിക്കണം. ആ അംബിക എന്ന് പറയുന്ന മേഡം ഒരു പിശാച് ജന്മമാണ്, മനുഷ്യശ്രീ അല്ല, ഭീകര ജന്തുവാണ് അവർ. എനിക്കെല്ലാം അറിയാൻ വേണു. എൻ്റെ ഋതുമോൾക്ക് അവളുടെ അമ്മയുടെ സ്നേഹമില്ലാതാക്കിയതും കുഞ്ഞിനെ അമ്മയിൽ നിന്ന് അകറ്റിയതും ആ അംബിക ഒറ്റ ഒരുത്തിയാ. അങ്ങനെയുള്ള അവളോട് കണക്ക് ചോദിക്കാതെ വിടുന്നത് ശരിയാണോ വേണു? ഇപ്പോഴെല്ലാം ഒന്ന് ശാന്തമാകട്ടെ മേഡം, അതിനുശേഷം മതി ഈ പ്രതികാരമൊക്കെ. ഇനിയും എൻ്റെ കുഞ്ഞുമോളെ ഇവർക്ക് മുന്നിൽ ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല വേണു. ആ കുഞ്ഞിനെ ഏതെങ്കിലും നല്ല ഒരാളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് കൽക്കത്തയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. രാജുവിനെ കണ്ടതോടെ എനിക്ക് ആശ്വാസമായി. എത്രയും പെട്ടെന്ന് വേണു നമ്മുടെ കുട്ടികളുടെ കല്യാണം നടത്തണം. അതിനി വെച്ച് താമസിപ്പിക്കരുത്. ഞാൻ പ്രതാപനോട് സംസാരിക്കുന്നുണ്ട്. വേണു, ഇനി അധികം നേരം നമുക്കിവിടെ നിൽക്കണ്ട. അവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും. വേണു വരൂ എന്നും പറഞ്ഞ് അവരവിടുന്ന് പോകുന്നുണ്ട്. ഓണസദ്യ അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുവാണ്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ഋതിക ഇങ്ങനെ സന്തോഷത്തോടെ രാധമ്മയെ നോക്കുന്നുണ്ട്. രാധമ്മ നോക്കുന്ന പോലുമില്ല. പക്ഷേ ഇടയ്ക്ക് ഏറുകണ്ണിട്ടെന്ന് ഋതികയെ നോക്കിയിട്ട് ദേഷ്യഭാവത്തിൽ വീണ്ടും കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. രാജു അവിടെ ഒന്ന് മാറി മാറി നോക്കുന്നുണ്ട്. ഋതികയുടെ അമ്മ എന്താ ഇത്ര അകൽച്ച കാണിക്കുന്നത്? പാവൻ ഋതികമ്മയുടെ ഒരുപാട് നേരം അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ. അമ്മ ഋതിക മേഡത്തിനെ അവഗണിക്കുവാണല്ലോ. പാവം ഋതികമ്മയുടെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലോ. പ്രിയയും രമ്യയും രുക്മിണിയും ജയനും ഒക്കെ ഇത് കണ്ടങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. രമ്യ വേണമെന്നേ ഋതികയ്ക്ക് ദേഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാധമ്മയോട് ഭയങ്കരമായിട്ട് കുശലാന്വേഷണമൊക്കെ പറയുന്നുണ്ട് സദ്യ കഴിക്കുമ്പോൾ. രാധമ്മയും അതുപോലെ ചിരിച്ച് സന്തോഷത്തോടാണ് രമ്യയോട് പെരുമാറുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് നമ്മുടെ ഋതികയ്ക്ക്. ആഹാരം കാണുമ്പോൾ പിന്നെ കൊച്ചമ്മനുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കൊച്ചമ്മണി സാമ്പാർ ചോദിക്കുന്നു, പപ്പടം ചോദിക്കുന്നു, അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മാവേലിയായിട്ട് വേഷം കെട്ടിയ ജയനും എനിക്ക് കുറച്ച് അവിയലിതാ എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ കൊച്ചമ്മണി പറയാം, എല്ലാം സൂപ്പറായിരുന്നു വിഭവങ്ങളെല്ലാം. പക്ഷേ ഇതിനോടൊപ്പം കുറച്ച് പോത്തിറച്ചിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായന്. അത് കേട്ടത് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. പ്രിയ പറയുന്ന, എൻ്റെ തള്ളെ തിന്നു കഴിഞ്ഞെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പോയി മനുഷ്യനെ നാണം കെടുത്താതെ. ഓ, നീ വലിയ പരിഷ്കാരി വന്നിരിക്കുന്ന കച്ചട എന്നിങ്ങനെ പ്രിയെ ആക്ഷേപിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചമണി. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കുന്നിടത്തോട് നമ്മുടെ വേണുവേട്ടൻ വരുന്നുണ്ട്. സന്തോഷത്തോടാണ് വേണുവേട്ടൻ വരുന്നത്. ആ സമയത്ത് തന്നെ ഋതിക രാധമ്മയോട് പറയുന്നത്, രാധമ്മ, എല്ലാവരും സദ്യ കഴിഞ്ഞിട്ട് വൈകിട്ട് പോയാൽ മതി. ഒരക്ഷരം പോലും രാധമ്മ ഋതിയോട് മിണ്ടുന്നില്ല. അത് നമ്മുടെ വേണുവേട്ടനും രാജുവും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് രാധമ്മ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ഒരു ദേഷ്യഭാവത്തിൽ പറയുന്നു, ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്നാണ് പറയുന്നത്. ഭക്ഷണം തലയിൽ കയറും എന്നിങ്ങനെ മുഖത്ത് നോക്കാതാണ് പറയുന്നത്. കുറച്ച് മുമ്പ് സദ്യ ഇങ്ങനെ വാരി വെട്ടി വിഴുങ്ങിക്കൊണ്ടാണ് രാധമ്മ രമ്യയോട് കുശലാന്വേഷണവും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചത്. എന്നിട്ടിപ്പോൾ ഋതിക ചോദിക്കുമ്പോൾ പറയുന്നു, ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുത്, ഭക്ഷണം നെറുകെ കയറുമെന്ന്. ഋതികയുടെ മുഖം വാടിയത് കണ്ടപ്പോൾ ശേഖരനും യാമിനിക്കും ഒക്കെ സങ്കടം തോന്നുന്നുണ്ട്. വേണുവേട്ടനാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് രാധമ്മ പിടിച്ച് പൊക്കിയെടുത്ത് 4 കൊടുക്കണമെന്നൊക്കെ ഉണ്ട് വീക്ക്. രാജുവാണ് ദേഷ്യവും സങ്കടവും കലർന്നാണ് രാധമ്മയെ ഇങ്ങനെ നോക്കുന്നത്. ഈ അമ്മയ്ക്ക് ഇത്രയ്ക്കും ചീപ്പായിട്ട് പെരുമാറാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമാണ് രാജുവിന്. രാധമ്മ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വാഷ് ബേസിൻ്റെ അടുത്ത് കൈ കഴുകിയിട്ട് പെട്ടെന്ന് പോകാനായിട്ട് ഒരുങ്ങുവാണ്. അത് കണ്ടോട്ട് നമ്മുടെ വേണുവേട്ടൻ അങ്ങോട്ട് ചെന്നിട്ട്, നീ അവിടെ നിന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. അപ്പോഴേ രാധമ്മയ്ക്ക് പേടിയായി. അയ്യോ, ഞാൻ ഋതിയമോളോട് കാണിച്ചതൊക്കെ വേണുവേട്ടൻ കണ്ടു കാണുമല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കുമല്ലോ. ഇപ്പം ഈ സമയത്ത്
എന്തിനാ ഞാൻ അങ്ങനെ കാണിച്ചതെന്നുള്ള സത്യം രമ്യയും രാജുവായിട്ടുള്ള കല്യാണത്തിന് ഞാൻ വാക്ക് കൊടുത്തുപോയി എന്നിപ്പം തന്നെ അങ്ങ് വേണുവേട്ടനോട് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ രാധമ്മ ചിന്തിക്കുവാണ്. ഈ സമയത്ത് രമ്യ ഇത് കാണുന്നുണ്ട്. അയ്യോ, ഈ രാധമ്മ വല്ലതും വേണുവെങ്കിലിനോട് പറഞ്ഞെങ്കിലോ എന്ന് പേടിച്ച് അവൾ ഓടി വരുവാണ്. രാധമ്മേന്നും പറയും, ഇങ്ങോട്ട് വന്നേ രാധമ്മ, ഒരു കാര്യം പറയണം. അപ്പം വേണുവേട്ടന് ദേഷ്യം വരുന്നത്, ഞങ്ങൾ തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നിനക്ക് കാണാൻ വയ്യേടി, അതെ അർജൻറ്റായിട്ടൊരു കാര്യം പറയണം, എന്നിട്ട് വിടാ അങ്കിളെ എന്നും പറഞ്ഞ് രാധമ്മയെ വലിച്ചുകൊണ്ട് അവളങ്ങ് പോവുകയാണ്. വേണുവേട്ടനാണ് ദേഷ്യം കൊണ്ട് വയ്യ, മര്യാദയില്ലാത്ത പെണ്ണ്, അഹങ്കാരി, എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ രാധമ്മയായിട്ട് അവൾ നടത്തിയിട്ടുണ്ട്. നടക്കട്ടെ, നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ വേണുവേട്ടൻ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്. ക്ഷുദ്രജീവിയായ അംബികയുടെ തലതെറിച്ച മോൻ രാജുവിനുള്ള പണി കൊടുക്കാനായിട്ട് തലാണിക്കകത്ത് എന്തൊക്കെയോ അവൻ കുത്തി നിറയ്ക്കുന്നുണ്ട്. എന്തോ ഗെയിം കളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അവൻ പറയുന്നു, ഇന്ന് ഞാൻ തരുവടാ നിനക്ക്, ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് നീ ശരിക്കും മേടിക്കുവേടാ, ഈ ദീപക്കാരാണെന്ന് ഇന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാവിടാ എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടാണ് എന്തൊക്കെയോ കുത്തി നിറയ്ക്കുന്നത്. രാജുവും ഋതികയും മാവേലിയും കൊച്ചമ്മണിയും അംബികയും എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചമ്മണി ചോദിക്കുന്നു, ഇനി എന്താണ് അടുത്ത പരിപാടി? അപ്പോൾ ദീപക്ക് പറയുവാണ്, ഇനി ഓണത്തല്ലെന്നുള്ള ഐറ്റമാണ്. ജയൻ പറയുക, ഓണമായാൽ ഓണത്തല്ലെന്ന് പറഞ്ഞ പരിപാടി മസ്റ്റായിട്ടും വേണ്ടതാണ് എന്നും പറഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടെ ആ പരിപാടി അംഗീകരിക്കുവാണ്. ദീപക്ക് 2 പില്ലോ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു, ഈ പില്ലോ കണ്ടോ, ഈ പില്ലോ കൊണ്ട് അന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. അടിക്കാൻ വയ്യാതെ വീഴുന്നവൻ തോക്കും, അടിക്കുന്നവൻ ജയിക്കും. ഇതാണ് ഈ കളിയുടെ പ്രത്യേകത എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അംബികയ്ക്ക് മനസ്സിലായി, എന്തോ കുരുട്ടുബുദ്ധി ഇവൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ, ഇത് വെച്ച് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീപക്ക് പറയുക, അപ്പോൾ ഓണത്തല്ല് നമുക്കങ്ങ് തുടങ്ങിയാലോ. പിന്നെ ഈ മത്സരം ആണുങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ആരാ എന്നോടൊപ്പം മത്സരിക്കുന്നത്? ജയൻ മാവേലിയായിപ്പോയി, അതുകൊണ്ട് ജയനെ പറ്റത്തില്ല. പിന്നുള്ളത് രാജുവ, അപ്പോൾ രാജു തന്നെ എന്നോട് മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഋതികയ്ക്ക് മനസ്സിലായി, ഇവൻ എന്തോ കുതന്ത്രം കാണിക്കാനാണ്. രാജു വേണ്ട, ഇവൻ എന്തോ കുതന്ത്രം ഒപ്പിച്ചിട്ടാണ് പറയുന്നത് എന്നിങ്ങനെ ഋതിക രാജുവിനോട് പതുക്കെ പറയുന്നുണ്ട്. സാരമില്ല മേഡം, അവൻ എന്ത് കാണിച്ചാലും നോക്കാമല്ലോ. രാജു പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ദീപക്കിനോട് മത്സരിക്കാൻ തയ്യാറാണ്, തോൽക്കാനല്ല ജയിക്കാനാ. അപ്പോൾ ദീപക്കൊരു പരിഹാസ ചിരി, നമുക്ക് കാണാമല്ലോ. ഋതികയ്ക്ക് വീണ്ടും ഭയം തുടങ്ങി. രാജു വേണ്ട, അവൻ ചതിയനാണ്, അവൻ ചതിക്കും. മേഡം പേടിക്കാതെ, അവൻ്റെ ചതി എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. ദീപക്ക് മനസ്സിൽ പറയുക, നിന്റെ രാജുവിൻ്റെ കഥ ഞാനിന്ന് കഴിക്കുവടി. ദീപക്ക് വലിയ സന്തോഷത്തോടെ അംബികയെ നോക്കുന്നുണ്ട്. അംബികയ്ക്ക് മനസ്സിലായി, എന്തോ ഇവൻ പണി കൊടുക്കാൻ പോവാ രാജുവിനെന്ന്. അംബിക ഒരു സന്തോഷത്തിൽ തന്നെ നിൽക്കുവാണ്. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അങ്ങനെ ഗെയിം തുടങ്ങുവാണ്. ഒരു വലിയ മരക്കഷ്ണത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പില്ലോ കൊണ്ട് അടിക്കേണ്ടത്. കുറച്ച് ഹൈറ്റിലാണ് ആ മരക്കഷ്ണം ഇങ്ങനെ നീട്ടി കെട്ടിയിരിക്കുന്നത്. അതിലോട്ട് ആദ്യം ദീപക്ക് ചാടി കയറി ഇരുന്ന് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ രാജുവും ചാടി കയറി അതിലിരുന്ന് കഴിഞ്ഞ് പില്ലോ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങുവാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുവാണ്. ആദ്യ തടി ദീപക്ക് രാജുവിനെ അടിക്കുവാണ്. ആ അടിയിലെ രാജുവിൻ അയ്യോ എന്ന് പറയുന്നുണ്ട്. ആ പില്ലോയ്ക്കകത്ത് അവൻ എന്തോ വലിയ സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അത് വെച്ചാണ് രാജുവിനെ അടിക്കുന്നത്. രാജുവിനത് മനസ്സിലായി. രാജുവിൻ്റെ കയ്യിലിരിക്കുന്ന പില്ലോ ആണെങ്കിൽ വെറും പഞ്ഞി കൊണ്ടുള്ളത് മാത്രമാണ്. പക്ഷേ ദീപക് അവൻ്റെ കയ്യിലിരിക്കുന്ന പില്ലോയ്ക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ രാജുവിന് ശരിക്കും നോവുന്നുണ്ട്. അവനിങ്ങനെ തടുക്കാനും നോക്കുന്നുണ്ട്. ഇത് ഋതികയും മറ്റുള്ളവരും കാണുന്നുണ്ട്. ഋതികയോട് അമ്മാമ്മയോട് പറയുന്നു, അമ്മാമ്മ ഇത് ചതിയാണ്, അവൻ എന്തോ അപായപ്പെടുത്താൻ നോക്കുവാണ് രാജുവിന്. എൻ്റെ മോള് വിഷമിക്കാതെ, അത് രാജുവല്ലേ, അവനറിയാം അവനെ തന്നെ അവന് രക്ഷിക്കാനാ എന്ന് പറയുന്നുണ്ട്. രാജുവിൻ്റെ പഞ്ഞി കൊണ്ടുള്ള അടിയാണ് ദീപക്കിന് കിട്ടുന്നത്. ദീപക്കോ കരിങ്കല്ല് പോലെ എന്തോ വെച്ചുള്ള അടിയാണ് രാജുവിൻ്റെ തലയ്ക്ക് കൊടുക്കുന്നത്. ഇനി ഇത് വിട്ടുകൊടുത്തുകൂടാ എന്ന് വിചാരിച്ച് പെട്ടെന്ന് രാജു അവൻ്റെ കയ്യിലിരിക്കുന്ന പില്ലോ ഇഞ്ഞ് പിടിച്ചു വാങ്ങിച്ചിട്ട് ആ പില്ലോ വെച്ച് അവനെ കൊടുക്കുവാണ് ശരിക്കടി. അടി കൊണ്ട് പൊളഞ്ഞ് അവൻ ആ മരത്തിൻ്റെ മണ്ടയ്ക്കൊന്ന് പൊത്തോന്നും തലയടിച്ച് താഴെ വീഴുവാണ്. അങ്ങനെ ദീപക്ക് പൊത്തോന്ന് വീണ് കിടക്കുന്ന കണ്ട് എല്ലാവരും അങ്ങ് ചിരിക്കുവാണ്. പെട്ടെന്ന് ശേഖരൻ ആ പില്ലോ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പില്ലോ കുടഞ്ഞിടുമ്പോൾ ആ പില്ലോയിലെ പഞ്ഞികൾക്കിടയിൽ ആ വലിയ പാറക്കഷ്ണങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു. ആ പാറക്കല്ലുകൾ വെച്ചാണ് അവൻ രാജുവിനെ അടിച്ചത്. അത് കണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. ദേഷ്യത്തോടെ എല്ലാവരും അവൻ ദീപക്കിനെ നോക്കുവാണ്. വേണുവേട്ടന് സഹിക്കാൻ കഴിഞ്ഞില്ല. വേണുവേട്ടൻ പ്രതാപനോട് പറയുന്നു, ഈ കല്ലുകൾ കൊണ്ടാണ് ഈ ചെറുക്കൻ എൻ്റെ മകനെ തല്ലിയത്. പ്രതാപനാണെങ്കിൽ ദേഷ്യവും നാണക്കേടും കൊണ്ട് ആകെ വലഞ്ഞു നിൽക്കുവാണ്. എന്തുവാടാ നീ കാണിച്ചത്? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ശേഖരൻ പറയുന്നു, ഇവൻ മനുഷ്യനെ അല്ല, പക മൂത്ത് നടക്കുന്ന മൂർഖം പാമ്പാണിവൻ. അത് ചേട്ടന് ഇതുവരെ മനസ്സിലായില്ലേ?
നമ്മുടെ സരസ്വതി തമ്പുരാട്ടി ഇങ്ങോട്ട് വന്ന് സകല ശക്തി ഉപയോഗിച്ച് ദീപക്കിൻ്റെ കരണത്തൊരു ഒറ്റടി. പക വീട്ടാൻ ഈ സമയം നീ ഉപയോഗിച്ചോടാ ദ്രോഹി. അതേ ചൂടിൽ തന്നെ ഒന്നുകൂടെ കൊടുത്തിട്ട് നമ്മുടെ തമ്പുരാട്ടി പറയുന്നു, ഇതുപോലെ നീ ഇവിടെ കിടന്ന് കളിച്ചാൽ നിന്നെ കൊന്നു കളയോടാ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അംബിക ആകെ നാണിച്ചും വിഷമിച്ചും അങ്ങ് ചമ്മി വിളറി നിൽക്കുക. പ്രതാപൻ വലിയ ദേഷ്യത്തിൽ തന്നെ, ഇതൊന്നും ഞാൻ അനുവദിച്ചു തരുമെന്ന് നീ വിചാരിക്കേണ്ട. നാട്ടിൽ നടക്കുന്ന അന്യായമേ ഞാൻ അംഗീകരിക്കില്ല. പിന്നീടാണോ എൻ്റെ ഈ വീട്ടിൽ നടക്കുന്നത്? കിട്ടിയ സമയം പാഴാക്കാതെ നമ്മുടെ ശേഖരൻ പറയുന്നു, ചേട്ടാ എത്ര തല്ലിയാലും ഈ ചെറുക്കൻ നന്നാകത്തില്ല. അത്രയ്ക്ക് സ്വഭാവ വൈകൃതമുള്ളൊരു ചെറുക്കനാണിവൻ. സരസ്വതി തമ്പുരാട്ടി പറയുന്നു, ഇവന് മാനസിക രോഗമുണ്ടോയെന്ന് കൊണ്ടുപോയി പരിശോധിപ്പിക്കണം. സൈക്കോ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂ. വേണുവേട്ടൻ പറയുന്നു, വീട്ടിലെ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവൻ നാട്ടിലോട്ടിറങ്ങിയാൽ പിന്നെ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ആളുകളുടെ കൈക്ക് പണിയുണ്ടാക്കും, അല്ലാതെ വേറെ എന്തുവാ? അടിവില്ലിൽ വീണ പെരിച്ചാഴിയെപ്പോലെ അംബിക നിൽക്കുക, വാ തുറക്കാനേ പറ്റുന്നില്ല. പ്രതാപൻ പറയാ, എന്തായാലും എൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പം ഇവിടെ നടന്ന ഈ മര്യാദകേട് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റത്തില്ല. അതിന് നീ ഇപ്പം തന്നെ രാജുവിനോട് മാപ്പ് ചോദിച്ചേ പറ്റൂ. രാജു പറയുന്നു, അതൊന്നും വേണ്ട സാറേ, ഞാൻ ദീപക്കിനോട് ക്ഷമിച്ചിരിക്കുന്നു. പ്രതാപൻ പറയുന്നു, രാജു അത് നിൻ്റെ നല്ല മനസ്സ്, പക്ഷേ ഞങ്ങളുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ ഇവൻ രാജുവിനോട് മാപ്പ് ചോദിച്ചേ പറ്റത്തുള്ളൂ. വെട്ടുപോത്തിനെ പോലെ നിൽക്കുന്ന ദീപക്കിനോട് പ്രതാപൻ വീണ്ടും ദേഷ്യത്തിൽ പറയുക, എടാ മാപ്പ് പറയടാ രാജുവിനോട്. ദീപക് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അംബികയ്ക്ക് മനസ്സിലായി, രംഗം ഇപ്പോൾ ഇതാകെ വഷളാവും, ഇവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും. അങ്ങനെ പറ്റില്ലല്ലോ, മോനെ രക്ഷിച്ചല്ലാ പറ്റത്തുള്ളൂ. പെട്ടെന്നൊരു അഭിനയത്തോടെ അംബിക പറയാ, എടാ പ്രതാപൻ പറഞ്ഞത് കേട്ടില്ലേ, മാപ്പ് പറയടാ രാജുവിനോട്. രാജു അപ്പോഴും പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മേഡം, ഞാൻ ക്ഷമിച്ചിരിക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഉടനെ ശേഖർ പറയുന്നു, അത് പറ്റില്ല രാജു, ഇവൻ മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ നിന്നോട്. ഇനി ഗത്യന്തരമില്ലെന്ന് മനസ്സിലാക്കിയ ദീപക്ക് പെട്ടെന്ന് എന്നോട് ക്ഷമിക്കണം, മാപ്പ് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ്റെ അമ്മയൊന്ന് നോക്കിയിട്ട് അവൻ ചാടിക്കേറി മുകളിലോട്ടങ്ങ് പോവുകയാണ്. വേണുവേട്ടൻ പ്രതാപനോട് പറയുന്നു, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ, വളരെ സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടെ ഓണം ഒന്നിച്ചു കൂടാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ സരസ്വതി മേഡത്തിനോട് യാത്ര ചോദിക്കുന്നു. സന്തോഷമായിട്ട് പോയിട്ട് വാ വേണു എന്നും പറഞ്ഞ് സരസ്വതി മേഡവും അവരെ പറഞ്ഞ് യാത്ര അയക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും പോവുകയാണ് വീട്ടിലോട്ട്. അംബികയാണെങ്കിൽ നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ മോനെ അടിച്ചതിനും നാണം കെടുത്തിയതിനൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ പ്രതികാരം ചെയ്യണം എന്നുള്ള കണക്കുകൂട്ടലിലാണെന്ന് തോന്നുന്നു അവിടെ നിപ്പ് കണ്ടിട്ട്. വീട്ടിൽ വന്ന് ചെയറിലിരുന്നുകൊണ്ട് നമ്മുടെ വേണുവേട്ടൻ രാധമ്മയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ബാക്കി എല്ലാവരോടും ഇങ്ങോട്ടൊന്ന് വന്നേ. അങ്ങനെ ഓരോരുത്തരായിട്ട് വേണുവേട്ടൻ്റെ മുന്നിലോട്ട് വന്ന് നിൽക്കുവാണ്. രാജുവിനോടല്ല, ബാക്കി എല്ലാവരോടുകൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വർമ്മസാറിൻ്റെ വീട്ടിൽ ഓണാഘോഷം നടക്കുമ്പോൾ അവിടെ ഓരോരുത്തരുടെയും പ്രകടനം ഞാൻ കണ്ടു. നിങ്ങളെല്ലാവരും എന്താ ഋതിക മേഡത്തിനോടൊരകലം കാണിച്ചത്? അവിടെ മാറി നിന്ന് എനിക്കേ അങ്ങനെ തോന്നണമെങ്കിൽ അത് അനുഭവിച്ച ആ കുട്ടിക്ക് എന്തും വേണ്ടി ഫീലിങ്സ് ഉണ്ടായി കാണും. രാജുവും വിഷമത്തോടെ പറയുക, ഞാനും അത് അവിടെ വെച്ച് നോട്ട് ചെയ്തതാണച്ചാ. എന്തായാലും വളരെ മോശമായിപ്പോയി. ഇവരൊക്കെ എങ്ങനെ വേണമെങ്കിലും ആ കുട്ടിയോട് പെരുമാറിക്കോട്ടെ, ഇവർക്കൊക്കെ അത്രയ്ക്കേ ഉള്ള ആ കുട്ടിയോട് സ്നേഹം. പക്ഷേ രാധമ്മേ, നിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നീ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ആരുമില്ലാത്ത കുട്ടിയാ, സ്വന്തം അമ്മയെപ്പോലാണ് ആ കുഞ്ഞ് നിന്നെ കരുതിയിരുന്നത്. രാധമ്മേ, നീ അങ്ങനെ കാണിച്ചത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല രാധമ്മയ്ക്ക്. വേണുവേട്ടനോട് ഇപ്പോൾ ആ സത്യം അങ്ങ് തുറന്നു പറഞ്ഞാലോ, രാജുവും രമ്യയും കൂടെയുള്ള വിവാഹത്തിന് ഞാൻ വാക്കു കൊടുത്തെന്ന്. പക്ഷേ അതിപ്പോൾ പറഞ്ഞാൽ വേണുവേട്ടൻ്റെ സ്വഭാവത്തിന് ഇവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുമല്ലോ. കുടുംബത്തിൻ്റെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പം പറയണ്ട. എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ആ കൊച്ചിനെ നീ എന്തിനാ അകറ്റി നിർത്തിയെന്നാ എൻ്റെ നിന്നോടുള്ള ചോദ്യം. നിനക്കെന്താ നാവിറങ്ങിപ്പോയോ? മനഃപൂർവ്വം അല്ല വേണുവേട്ടാ, പക്ഷേ എനിക്കെന്തോ അങ്ങനെ പറ്റിയില്ല. വേണുവേട്ടന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. മനഃപൂർവ്വം തന്നെയാ. നിൻ്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട്, അത് ഉറപ്പാ. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പാരകൾ രാഗി മിനുക്കാനേ ഇവിടെ മേശരിമാർ കുറേ ഉണ്ടല്ലോ. ജയൻ പറയാ, അയ്യോ ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ലേ. അപ്പം നീയാണോടാ മേശരിമാരുടെ മൂപ്പൻ? ജയനും പ്രിയയും രാധമ്മയെ തട്ടുകയും കണ്ണു കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. അമ്മേ പറ, അമ്മേ അതങ്ങോട്ട് പറയമ്മേ. എന്തായാലും രാധമ്മേ, നീ ആ കുഞ്ഞിനോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. ആ കുഞ്ഞു തന്നെ ആയിരിക്കും ഇവിടുത്തെ മരുമകളായിട്ട് വരാൻ പോകുന്നത് തന്നെ. അത് കേട്ടപ്പോൾ രാധമ്മയും പ്രിയയും ജയനും അങ്ങ് ഞെട്ടുവാണ്. ഇനി വെച്ച് താമസിപ്പിക്കരുത്, പറയമ്മേ, അമ്മേ പറയമ്മേ എന്നും പറഞ്ഞ് പ്രിയ രാധമ്മയിട്ട് തട്ടുവാണ്. രാജുവും കാണുന്നുണ്ട് പ്രിയയും ജയനും ചേർന്ന് രാധമ്മയോട് എന്തൊക്കെ കണ്ണു കാണിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന്.
വേണുവേട്ടൻ ചോദിക്കുന്നു, ഇവിടെ എന്താ കഥകളി കളിക്കുവാണോ? എന്താ രാധമ്മേ, നീ ഇവരെ പോലെ കലാമണ്ഡലത്തിൽ പോയി ചേർന്നോ? ജയൻ പറയുന്ന കഥകളിയല്ലച്ചാ, ഓട്ടം തുള്ളല. അതേടാ, ഇവിടെ ചില കളികളൊക്കെ കളിച്ചാലേ ചിലപ്പോൾ തുള്ളിക്കൊണ്ട് ഓടേണ്ടി വരും. അത് കേട്ടപ്പോൾ കൊച്ചമ്മണി പറയാ, എനിക്ക് കഥകളി വലിയ ഇഷ്ടമാണ്. എൻ്റെ മോൻ ജയനെ കഥകളി പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അത് കേട്ടപ്പോൾ വേണുവേട്ടൻ പറയാ, ഈ കഥകളിയെ വളരെ ദൈവികമായ ഒരു കലയാണ്. അത് അല്ലാതെ അസുരന്മാർ കളിക്കുന്ന കളിയല്ല. ഈ കഥകളി കാണാൻ ഞാൻ എല്ലാ അമ്പലത്തിലും പോകാൻ. കഥകളി അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ ഈ എല്ലാം കഴിയുമ്പോൾ എല്ലാവരും കൂവുമല്ലോ, അപ്പം ഞാൻ ചാടി എണീറ്റ് അങ്ങ് വീട്ടിലോട്ട് പോകും. എന്തുത്തരം പറയണം വേണുവേട്ടനോട് എന്ന് വിഷമിച്ച് നിൽക്കുന്ന രാധമ്മയോട് വീണ്ടും പ്രിയയും ജയനും പറയുന്നു, അമ്മേ പറയമ്മേ. ഇത് രാജുവിനും ദേഷ്യം വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് രാധമ്മ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വേണുവേട്ടൻ ചോദിക്കുന്നു, അല്ല രാധേ, നീ പോവുകയാണോ? അതെ, എനിക്കൊരു പെട്ടെന്നൊരു തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് രാധമ്മ അങ്ങ് പോവുകയാണ്. കൊച്ചമ്മണി പറയുന്നത്, എന്നെ എൻ്റെ പുള്ളിക്കാരൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞാലേ എനിക്ക് പെട്ടെന്ന് ചുഴലി വരും. അത് കേട്ടോണ്ട് ജയൻ പറയുന്നു, ചുഴലിയല്ല പ്രാന്ത്, എന്നിട്ട് അച്ഛനെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും. ഭാര്യയെ എല്ലാവർക്കും എടുത്തിട്ട് ചെണ്ടാനുള്ള വീക്ക് ചെണ്ടയല്ല എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങ് പോവുകയാണ്. വേണുവേട്ടൻ പറയുന്നത്, അവരെനിക്കിട്ട് കൊട്ടിയിട്ടാണല്ലോ പോകുന്നത്. ജയൻ അത് കേട്ടിട്ട് പറയാം, അവരെന്നെ കൊട്ടിക്കൊട്ടി മടുത്തു, അതുകൊണ്ടാണ് ഇപ്പോൾ അച്ഛനെ കൊട്ടി നോക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, വേണുവേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നമ്മുടെ രാധമ്മയ്ക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വേണുവേട്ടൻ സരസ്വതി അമ്മയ്ക്കും പത്മാവതി മേഡത്തിനും ഹൃതികയും രാജുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതം കൊടുത്തതുമെല്ലാം ഇനി രാധമ്മയോട് പറയും. അതിനുശേഷം രാധമ്മ എന്തു പറയൂ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.